നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അധികാരത്തിലെത്താൻ ജനങ്ങളുടെ വോട്ട് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അതിനെ ജനവിധി എന്ന് പറയുന്നത്. ആ ജനവിധി അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാൽ സാധിക്കും എന്നതിൻ്റെ നേർരേഖയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും BJP മുഖ്യമന്ത്രിമാർ ഞെളിഞ്ഞിരിക്കുന്നതും. കൃത്യമായി പറഞ്ഞാൽ വോട്ടധികാർ റാലി എന്ന മഹാറാലിയുമായി പ്രതിപക്ഷം ഇന്ത്യ മുന്നണി തെരുവിലേക്ക്, രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിലെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. രാജ്യം സുപ്രധാനപരമായ ഒരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി സമാനതകളില്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായി വോട്ടധികാർ റാലി എന്ന പ്രക്ഷോഭ പരമ്പര തന്നെ സൃഷ്ടിക്കാൻ നീങ്ങുകയാണ്. കാരണം BJPയെ പിടിച്ചു കെട്ടാൻ ജനങ്ങൾക്ക് കഴിയില്ല. ജനങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്താലും അവിടെ BJP എങ്ങനെ അധികാരത്തിൽ വരുന്നു? ജനങ്ങൾ പരിപൂർണമായി, നമുക്കറിയാം, ഹരിയാനയിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് BJPക്ക് പ്രതികൂലമായിരുന്നു. BJP ഒട്ടുമിക്ക സീറ്റിലും തോറ്റ് മുളിപിടിക്കും എന്ന് തന്നെയായിരുന്നു അവരും പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ 90 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ BJP കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. BJPയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ കണ്ണു തള്ളിപ്പോയി. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഓരോ സംസ്ഥാനത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നത്, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വോട്ട് മോഷണം നടത്തുന്നത്, കൃത്യമായി പറഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞവർ കന്നി വോട്ടർമാർ, ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നത് 80-ലധികം വോട്ടർമാർ. ഇതെങ്ങനെ പോസിബിളാണ്? ഇതെങ്ങനെ പ്രായോഗികമാകും? മഹാരാഷ്ട്രയിൽ 4 മണിക്ക് ശേഷം ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 40 ലക്ഷത്തിലധികം വോട്ടുകൾ ഒരുമിച്ച് പോൾ ചെയ്യപ്പെട്ടു. ഇത് സാധ്യമാണോ? ഒരു പോളിംഗ് ബൂത്തിൽ ക്യൂ എത്ര വേഗത്തിൽ ആ ക്യൂ കുറഞ്ഞാലും ആ വോട്ട് ഇടുന്നതിന് ഒരു സമയപരിധിയില്ലേ? ഒരു വോട്ട് കുത്തുന്നതിൽ നിന്നും അടുത്ത ആൾ പോളിംഗ്, അതായത് വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമയക്രമമില്ലേ? ഏറ്റവും കുറഞ്ഞത് 1 മിനിറ്റ് സമയമെടുക്കില്ലേ? അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള കണക്കുകൾ ഓരോന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഡിജിറ്റൽ തെളിവുകളെല്ലാം മായ്ച്ചു കളഞ്ഞു, അതൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. കാരണം രാജ്യത്ത് ഭരണഘടനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖകളൊന്നും ശേഖരിച്ച് വെക്കേണ്ട കാര്യമില്ല പോലും. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്നുള്ളതിൻ്റെ നേർരേഖ മായ്ക്കാൻ എന്തുമാത്രം പണിപ്പെട്ടു രാജീവ് കുമാറും അതിനുശേഷം വന്ന ജ്ഞാനേഷ് കുമാറും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം. ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത്? വോട്ടധികാർ റാലി ഈ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം.